ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അടിപൊളി ഉണ്ണിയപ്പം, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഞൊടിയിടയിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഉണ്ണിയപ്പം. അതിനായിട്ട് തേങ്ങാക്കൊത്ത് അത് ആവശ്യാനുസരണം എടുക്കാട്ടെ. ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചെറുതായിട്ട് നുറുക്കിയെടുത്തിട്ടുണ്ട്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഒരു വലിയൊരു ബൗൾ എടുക്കുക. അതിനായിട്ട് ഒരു കപ്പ് മെഷർമെൻറ്റിന് നമുക്കൊരു കപ്പ് അത്യാവശ്യമാണ്. ആ കപ്പിൽ ഒരു കപ്പ് വറുത്തരിപ്പൊടി, ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന വറുത്തരിപ്പൊടി ഒരു കപ്പ്, അരക്കപ്പ് ആട്ടപ്പൊടി, അരക്കപ്പ് മൈദപ്പൊടി. എല്ലാ അളവ് കറക്റ്റായിരിക്കണം കേട്ടോ. 1.5 ടേബിൾ സ്പൂൺ റവ, വറുത്തതോ അല്ലാത്തതോ ആയി കുഴപ്പമില്ല, ഏത് റവയായാലും നമുക്ക് പ്രശ്നമില്ല. അല്പം ഉപ്പ്. ഇതെല്ലാം കൂടി പൊടിയിൽ നമുക്ക് മിക്സ് ചെയ്യാം. എല്ലായിടത്താണ് നല്ല ടേസ്റ്റിയാണ്, ഒരു ഇതുമില്ല കേട്ടോ. അപ്പോൾ പച്ചരി കുതിർത്തി പൊടിക്കണമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. നല്ല സോഫ്റ്റ് ഒരു ഉണ്ണിയപ്പമാണ്. ഇതിനായിട്ട് ഒരു ശർക്കര, നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യമായ ശർക്കര, ഞാനൊരു ചെറിയ കട്ട ശർക്കര പൊടിച്ച് ഇത് ശർക്കരപ്പാനിയായിട്ട് നമുക്ക് എടുക്കണം. മധുരത്തിന് ആവശ്യാനുസരണമായിട്ട് ഓരോരുത്തർ മധുരം ആവശ്യം പോലെ എടുക്കാട്ടോ. ഞാൻ ചെറിയ കട്ട് എടുത്തിരിക്കണം. ആ കപ്പിൽ ഒരു കപ്പ് 1.5 കപ്പ് വെള്ളം എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ, അത് ശർക്കരപ്പാനി എടുക്കാൻ. ആ സമയം കൊണ്ട് നമുക്ക് 3-4 ഏലക്ക പഞ്ചസാരയിൽ പൊടിച്ച് മാറ്റി വെക്കാം. നമുക്ക് ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഈ പൊടിയിലേക്ക് ഇട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല തിളച്ചേപ്പാട് തന്നെ ശർക്കരപ്പാനി പൊടിയിലേക്ക് ഒഴിക്കണം കേട്ടോ. അരിച്ചുകൊണ്ട് ഒഴിക്കണം. ശർക്കരയിൽ ഇപ്പോൾ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ പാനി തികഞ്ഞില്ല എന്നോർത്ത് പേടിക്കേണ്ട. അല്പം പച്ചവെള്ളം കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഒരു കട്ടപ്പരുവത്തിൽ നല്ല കട്ട തിക്ക് ബാറ്ററായിട്ട് നമുക്ക് നല്ലോണം വിസ്കോ നല്ല കയ്യിലോ എന്തെങ്കിലും വെച്ച് നല്ലോണം കുഴച്ചെടുക്കാം കേട്ടോ. നല്ല കൈ വിടാതെ ഇളക്കിയെടുക്കാം. ആ സമയത്ത് നമുക്ക് പൊടിച്ച് വെച്ചേക്കണം ഏലക്കപ്പൊടിയും പഞ്ചസാരപ്പൊടിയും നമുക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം അത് മിക്സ് ചെയ്ത് കൊടുക്കാം. സമയം 2 പാളയംകുടമ്പഴം, 1-2 മതി കേട്ടോ. വലിയ പാളയംകുടമ്പഴം 1 അല്ലെങ്കിൽ 2. ഞാൻ അത് 2 അതേ മിക്സ് ചെയ്ത് തന്നെ അടിച്ച് ഞാനകത്തേക്ക് ഒഴിക്കും. ഇത് ശരിക്കും ആ ബാറ്ററിൽ മിക്സ് ചെയ്ത് യോജിപ്പിക്കണം, എല്ലാ ഭാഗത്തും എത്താൻ പാകത്തിന്. നല്ല സോഫ്റ്റായി കിട്ടും കേട്ടോ ഉണ്ണിയപ്പത്തിന് ഈ പഴം ചേർത്ത് കഴിഞ്ഞാൽ. വേറെ പഴം ചേർക്കുമെന്ന് അറിയില്ല, ഞാൻ പാളയംകുടമ്പഴമാണ് ചേർക്കാറ്. തേങ്ങ വറുത്ത് വെച്ചത് നേരത്തെ എടുത്ത തേങ്ങയില്ല, അത് വറുത്ത് നെയ്യിലോ വെളിച്ചെണ്ണയിലോ വറുക്കാം. നെയ്യിലാണ് കൂടുതൽ ടേസ്റ്റ് ആവും. വറുത്ത് നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ എള്ള് ചേർക്കോട്ടാ. എള്ള് എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ടാണ് എള്ള് ചേർക്കാത്തത്. എള്ള് ചേർക്കുകയാണെങ്കിൽ കാണാനും ഒരു രസമാണ്, ഇടയ്ക്ക് ഇങ്ങനെ കിടക്കണം കാണാനായിട്ടൊരു രസമാണ്. സമയത്ത് നമുക്ക് അല്പം സോഡാപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി, നമ്മുടെ സോഡാപ്പൊടി ശരിക്കും മിക്സ് ചെയ്യണം കേട്ടോ. നമ്മൾ എല്ലായിടത്തേക്കും ചേരാൻ എത്ര പാകത്തിന് നമുക്ക് സോഡാപ്പൊടി ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം. സോഡാപ്പൊടി മിക്സ് ചെയ്ത് മാറ്റി വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് ഇത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. നല്ലോണം ചൂടായ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ആ കുഴി നെകക്കെ വെളിച്ചെണ്ണ മതി കേട്ടോ. അതിൻ്റെ ഞാൻ ചിലതിലേക്ക് ഓവറായി പോയി, അതുകൊണ്ടാണ് മറ്റേലേക്ക് കോരി ഒഴിക്കുന്നത്. ചൂടായ പാനിലേക്ക് നമുക്ക് പതിയെ കുറച്ചിട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഇത് പൊങ്ങി വരും. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കണം കേട്ടോ. എണ്ണ ശരിക്കും തിളച്ച് ഇങ്ങനെ പത പോലെ വരും. അത് ഇങ്ങനെ ചൂടായത് കൊണ്ടാണ്. ഇത് ഈ ഉണ്ണിയപ്പം നല്ല വെന്ത് വരുമ്പോൾ എണ്ണ ആ പൊങ്ങി വന്നത് താനെ മാറിക്കോളത്, അതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും ഒരു സൈഡ് വെന്തിട്ടുണ്ട്. പതിയെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കും. ഗോൾഡൻ കളർ കാണാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം റെഡി. എല്ലാവരും ഉണ്ടാക്കി വിട്ട് കമൻറ്റിലൂടെ അറിയിക്കണേ. എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടേസ്റ്റി ആയിട്ടുള്ള കണ്ട ഉണ്ണിയപ്പങ്ങൾ എല്ലാം ഇതേപോലെ നമുക്ക് ഉണ്ണിയപ്പങ്ങൾ എടുത്തെടുക്കാം. വെളിച്ചെണ്ണ തീർന്നു കഴിഞ്ഞാൽ കുറച്ചിട്ട് വെളിച്ചെണ്ണ ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എല്ലാ ഉണ്ണിയപ്പങ്ങളും വറുത്ത് വരാം. അപ്പോൾ എല്ലാവരും ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കണം. ഓക്കെ, ബായ്.